വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 24 37 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. സദാ ജാഗരൂകരായിരിക്കുവിൻ. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിനു മുൻപുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. മനുഷ്യപുത്രന്റെ ആഗമനം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ചർച്ച ചെയ്യുന്ന മുഖ്യ പ്രമേയം മനുഷ്യപുത്രന്റെ ആഗമനം എന്നതാണല്ലോ. പല പേരിലാണ് യേശുക്രിസ്തു അറിയപ്പെടുന്നത്. എന്നാൽ യേശുവിന് തന്നെ പറ്റി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാമധേയം മനുഷ്യപുത്രൻ എന്നുള്ളതാണ് എന്ന് സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. അതിന് ചരിത്രപരവും ദൈവശാസ്ത്രപരമായ പല കാരണങ്ങൾ അതിന്റെ പശ്ചാത്തലമായിട്ടുണ്ട്. അതിലേക്ക് ഇന്ന് നാം കടക്കുന്നില്ല. മനുഷ്യപുത്രന്റെ ആഗമനം എന്ന രീതിയിലെ വിശദമത്തായി ഇന്നത്തെ സുവിശേഷത്തില് പരാമർശിക്കുമ്പോൾ അത് യേശുവിന്റെ തന്നെ 2ാമത്തെ ആഗമനം എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. ചരിത്രത്തിലേക്ക് 2ാമത് യേശു കടന്നു വരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ്. പക്ഷേ അത് എന്ന് നടക്കുമെന്ന് അജ്ഞാതമായിട്ടുള്ള ഒരു സത്യം, അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ 2ാമത്തെ ആഗമനം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ നാം ഒരുപാട് തരത്തിലുള്ള ചിന്തകള്, ഒരുപാട് തരത്തിലുള്ള വിവരണങ്ങൾ നാം കാണുന്നുണ്ട്. ഈ വിവരണങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് നാം കടന്നു ചെന്നാൽ മനസ്സിലാകും, അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ആശയങ്ങളും ഈ വിവരണത്തിൽ കൂടെ നിഴലിക്കുന്നതായിട്ട് കാണാം. അത് ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഫോമിന്റെ യഥാർത്ഥ പഠനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം ഗ്രഹിക്കേണ്ടി വരും, ആ വിവരണങ്ങളൊക്കെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കപ്പെട്ടത് എഴുതപ്പെട്ടിട്ടുള്ളതല്ല. അത് ആ ലിറ്റററി ഫോം പഠിച്ചു വരുമ്പോൾ ഫോം ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക പഠന പ്രക്രിയയിൽ കൂടി കടന്നു വരുമ്പോൾ മനസ്സിലായി വരും, ആ വിവരണത്തിൽ നിന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥമാണ്. ആ സാമാന്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലെ മത്തായിയുടെ വിവരണത്തിൽ കൂടെ നാം ഗ്രഹിക്കേണ്ടത് മനുഷ്യപുത്രന്റെ ആഗമനം ഒരു സ്വാഭാവികത നിറഞ്ഞ ഒരു സംഭവമായിരിക്കും. വലിയ വിളംബരോ വലിയ ആർഭാടത്തോടു കൂടിയുള്ള ആരവത്തോടു കൂടിയുള്ള ഒരു പ്രക്രിയ എന്നതിനേക്കാൾ സ്വാഭാവികത തുളുമ്പുന്ന താരതമ്യേന വലിയ പരസ്യം ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രക്രിയ ആയിരിക്കുമെന്നതാണ് ഇന്നത്തെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനുഷ്യപുത്രന്റെ ആഗമനം എന്ന് പറയുമ്പോൾ 2 തരത്തിലെ നമുക്ക് മനസ്സിലാക്കാം. ആ വ്യക്തിയുടെ മരണത്തോടനുബന്ധിച്ച് മനുഷ്യപുത്രന്റെ ആഗമനം മനസ്സിലാക്കുന്നത് തെറ്റില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ അവസാനം എന്നതിനെ സംബന്ധിച്ചും മനുഷ്യപുത്രന്റെ ആഗമനം ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിലും തെറ്റില്ല. ഇത് രണ്ടും സംഭവിക്കും എന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ട സത്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം സുനിശ്ചിതം.
അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ ഇന്നത്തെ ഓർഡറിന് മാറ്റം സംഭവിക്കും എന്നുള്ളതും സുനിശ്ചിതം. പക്ഷെ അത് എന്ന്, എങ്ങനെ എന്നുള്ളത് സുനിശ്ചിതമല്ല. മനുഷ്യൻ എങ്ങനെ മരിക്കും, എന്ന് മരിക്കും എന്ന സത്യങ്ങള് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ഇത് നമുക്കൊരു പരിധിവരെ മനസ്സിലാകും. കാരണം നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിതവും മരണവും. അതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വിഷമമില്ല. പക്ഷെ ലോകത്തിന്റെ അവസാനം ഇതേ രീതിയിൽ നടക്കും എന്നുള്ളത് സത്യം. എങ്ങനെ നടക്കും, എന്ന് നടക്കും എന്ന സത്യങ്ങള് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യരായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മളെ മുൻകൂട്ടി അറിയിക്കാതെ വളരെ സ്വാഭാവികതയോടുകൂടിയ അപ്രതീക്ഷിതമായിട്ട് ഒരു കള്ളനെ പോലെ അത് നമ്മളെ പിടികൂടും. മരണമായാലും അവസാനത്തെ അന്ത്യമായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം മരണമാണ് അവസാനത്തെ അന്ത്യമായിട്ടും വരിക. ആ സംഭവം വളരെയധികം ആഘോഷത്തോടു കൂടെ മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നേക്കാൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് അത് സംഭവിക്കുക. ആ സംഭവത്തിന്റെ അവസരത്തില് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സംഭവത്തിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ വേണ്ട ജാഗ്രതയോടുകൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം. നമുക്ക് നിശ്ചയമില്ലാത്ത സമയത്ത് നിശ്ചയമില്ലാത്ത രീതിയിൽ സംഭവിക്കുമെന്നുള്ളത് സത്യം. അങ്ങനെ ആ സത്യത്തെ നാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി എല്ലാവിധത്തിലും ഒരുക്കവും ജാഗ്രതയും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതാണ് എന്ന സുവിശേഷ സന്ദേശമാണ് നാം ഉൾക്കൊള്ളേണ്ടത്.